ഈ കാണുന്നതാണ് 13 കണ്ണറ പാലം. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പാലം കൊല്ലം ജില്ലയിലെ കഴുതുരുട്ടി എന്ന സ്ഥലത്ത്, അതായത് തെന്മലയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തിൽ കൊല്ലം തിരുമംഗലം ഹൈവേക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ആയ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് കടന്നു പോകാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ പാലം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ 2 പ്രധാന വ്യവസായ കേന്ദ്രങ്ങളായ കൊല്ലവും മദ്രാസും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് ആര്യൻകാവ് മലനിരകളിലൂടെ കടന്നു പോകുന്ന ഈ റെയിൽവേ. 1901 പണി പൂർത്തിയായ ഈ പാലത്തിലൂടെ ആദ്യത്തെ ചരക്ക് ട്രെയിൻ 1902 ആദ്യത്തെ പാസഞ്ചർ 1904 കടന്നുപോയി. 13 കണ്ണറ പാലത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് 13 ആർച്ച് ബ്രിഡ്ജ് എന്നാണ്. ഈ 2 പേരുകളിൽ നിന്നും 2 ജനതയുടെ മനോഭാവമാണ് വ്യക്തമാകുന്നത്. കൊല്ലം ആര്യൻകാവ് നിവാസികളെ സംബന്ധിച്ച് അവരുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയാകുന്ന ഒന്നായിട്ടാണ് അവർ ഈ പാലത്തെ കണ്ടത്. കാരണം ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കൊല്ലിമലയെന്നും കുറിഞ്ചിമലയെന്നും പേരുള്ള 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഈ 2 മലകളിലും ഉണ്ടായിരുന്ന വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനും മറ്റും പോയിരുന്നത് ഈ മലകൾക്ക് താഴ്വരയിലൂടെ കടന്നു പോകുന്ന കല്ലടയാറ്റിലാണ്. റെയിൽവേയും പാലവും വന്നതോടെ അവരുടെ സുഗമമായ യാത്രയ്ക്ക് അത് തടസ്സമാകുമെന്നും അപ്പോഴവർ അടുത്തുള്ള ജനസഞ്ചയങ്ങളിലേക്ക് എത്തുമെന്നും അവിടുത്തുകാർ ഭയന്നു. കൂടാതെ മഴക്കാലത്ത് മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം സുഗമമായി ആറ്റിലേക്ക് പോകാതെ ഇരുന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. ഈ 2 ആശങ്കകൾക്കും അറുതി വരുത്തിയിരുന്നത് പാലത്തിൻ്റെ അടിയിൽ അറകൾ പോലെ തോന്നുന്ന ഈ ഭാഗങ്ങളാണ്. ദൂരെ നിന്ന് നോക്കിയാൽ കണ്ണിൻ്റെ ആകൃതിയിൽ തോന്നുന്ന ഈ അറകളെ അവർ കണ്ണറകളെന്ന് വിളിച്ചു. ഇത്തരം 13 കണ്ണറകളാണ് ഇവിടെ ഉള്ളത്. ഈ കണ്ണറകൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന പാലം എന്ന അർത്ഥത്തിലാവണം അവരതിനെ കണ്ണറ പാലമെന്ന് വിളിച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാരാകട്ടെ അറകൾക്കല്ല, പാലത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന ആർച്ച് മാതൃകയിലുള്ള കൂറ്റൻ കരിങ്കൽ തൂണുകൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അവരെ സംബന്ധിച്ച് ഈ തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്നത് വെറും ഒരു പാലത്തെയല്ല, അവരുടെ വ്യാവസായിക ആവശ്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് അവർ ഈ ആർച്ചിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ 13 ആർച്ചുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന പാലം എന്ന അർത്ഥത്തിലാണ് 13 ആർച്ച് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ നിർമ്മിച്ച ഈ പാലം പണിക്ക് സിമൻറ്റ് ഉപയോഗിച്ചിരുന്നതേയില്ല. പൂർണ്ണമായും സുർക്കി അഥവാ ലൈം മോർട്ടോർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കുളിർമാവിൻ്റെ ഇല, ഊഞ്ഞാൽ വള്ളി, കടുക്ക, പനച്ചിക്കായ മുതലായവ ഇടിച്ച് പിഴിഞ്ഞെടുത്ത ചാറുകൊണ്ട് പശയുണ്ടാക്കി ശർക്കരപ്പാനിയും കുമ്മായപ്പൊടിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് സുർക്കി. പഴയകാലത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് സാധാരണ ഉപയോഗിച്ചിരുന്നത് ഇത്തരം സുർക്കി മിശ്രിതമാണ്. ഇപ്പോഴിത് പുതുക്കി പണിഞ്ഞപ്പോൾ സിമൻറ്റ് അവിടെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഈ പാലം കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്നു.